Hi, am I audible? Yes, you are audible. Thank you. Good evening, all. Hope you all are safe. Respected faculties and dear friends, welcome to our today's session on constitutional law. Today we have discussed the continuation of union and state executive and its interrelation. The class will be taken by Safi Mohan sir, Assistant Professor of Government Law College, Trivandrum. So I am welcoming sir for our today's session. Over to you, sir. Thank you very much. Thank you very much, Aishwarya. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു. Now we are in the Vice President of India. ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്പീഡിൽ പോകാം, കാരണം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐ തിങ്ക് ബെയറാക്ട് ഈസ് ഓൾസോ വിത്ത് യു. അപ്പോ നമുക്ക് എടുക്കേണ്ടത്, because I already mentioned the fact that the executive includes the president, vice president, union council of ministers, governor, and state council of ministers. അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ പോയ കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഐ തിങ്ക് ഇന്ന് കാണാമല്ലോ അല്ലേ, ഈ സ്ലൈഡ് കാണാമല്ലോ അല്ലേ? ഓക്കെ. സോ ഇവിടെയാണോ നിർത്തിയത്? ആർട്ടിക്കിൾ 66 നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസിഡന്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞു പോയത്. ബാക്കിയുള്ളത് അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഈ വൈസ് പ്രസിഡന്റിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ എടുക്കും. ഇതിൽ കാണുന്നത് ആർട്ടിക്കിൾ 66 ആണ്. ഓക്കെ. സോ നമുക്ക് വൈസ് പ്രസിഡന്റിലേക്ക് വരാം. First of all, vice president is also part of union executive. That is the first point. The second point is the article 63 to 71 of Indian Constitution deals with the vice president. Speed നോക്കി പോവാം. First of all, vice president, and that is article 63. There shall be a vice president of India. ഈ ആർട്ടിക്കിൾ ആണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 64. ആർട്ടിക്കിൾ 64 എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാല്, ആർട്ടിക്കിൾ 64 നെക്സ്റ്റ് സ്ലൈഡ് എടുക്കും. ആർട്ടിക്കിൾ 64 Article 64, the vice president to be the ex officio chairman of the council of state. Sorry sir, sorry to intervene. Ipo 64 alle sir കാണുന്നത്? അല്ല, ഇപ്പോ കണ്ടിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞപ്പോ 63 ആയിരുന്നു. ഓക്കെ, ശരി. അപ്പോ the vice president shall be the ex officio chairman of the council of state and shall not hold any other office of profit. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, this particular statement is also repeated in another article. So you please refer article 89. Article 89ലും ഈ സെയിം പോയിന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. That is, vice president shall be the ex officio chairman of the council of state. And what is council of state? Council of state means the Rajya Sabha. So അപ്പോൾ ഇത് സെയിം കാര്യം തന്നെ, it is mentioned in two articles, article 64 and article 89. So you please note that point also. Next article, and 65. Article 65. ഇത് ലാപ്ടോപ്പിൽ നിന്നാണോ ചെയ്യുന്നത് അതോ മൊബൈലിൽ നിന്നാണോ?
സാർ ലാപ്പിനാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ Article 65 നോക്കുള്ളൂ. The Vice President to act as a President and to discharge his functions during the casual vacancies in his office. അത് ഏതൊക്കെ സാഹചര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം മാത്രം നോട്ട് ചെയ്താൽ മതി. Number 1 is reason of his death, and second one is resignation and removal or otherwise. ഈ സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ പൊസിഷനിലേക്ക് വരുന്നത്. ഇങ്ങനെ പ്രസിഡന്റ് പൊസിഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. ബട്ട് ഹി ക്യാൻ ആക്ട് ആസ് എ the role of the president while the president some of the reason mentioned in Article 65, where the president by reason of his death, resignation or removal or otherwise ഈ സാഹചര്യത്തിൽ പറ്റും. And next article, Article 66. Article 66 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ആണ്. സോ ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റിലേക്ക് നോക്കുമ്പോൾ ഈ നമ്മുടെ വൈസ് പ്രസിഡന്റും ഇലക്ടഡ് പേഴ്സൺ ആണ്. ആൻഡ് സോ ആ വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന പ്രൊവിഷൻ ഈസ് ആക്ച്വലി ഈ ഇലക്ഷൻ നടത്തുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ്. ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് അണ്ടർ ആർട്ടിക്കിൾ 324 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. 66ലേക്ക് പോവോ. 66 ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്. ഇവിടെ ഇലക്ഷൻ നടത്താനായിട്ടുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ. യു പ്ലീസ് നോട്ട് ദ പോയിന്റ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 324. പിന്നെ ലൈക്ക് പ്രസിഡന്റിന്റെയും ഒരു ഇലക്റ്റഡ് ആണല്ലോ, ദ ഇലക്ടറൽ കോളേജിന്റെ ആ കോമ്പോസിഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ദ ഇലക്ടറൽ കോളേജ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് both the members of the both the House of Parliament in accordance with the proportional representation by means of single transferable vote by secret ballot. ഇതും അവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ടഡ് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. ബട്ട് ആസ് ഫാർ as the election of vice president is concerned, ഇവിടെ elected members and nominated members, both the House of Parliament are eligible for out. അതാണ് അതിലെ പോയിന്റ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇൻഡയറക്ട് ഇലക്ഷൻ. ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ദ മാൻഡർ ഓഫ് ഇലക്ഷൻ? ദ മാൻഡർ ഓഫ് ഇലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ representation by single transferable vote by secret ballot. So next article, that is Article 67. 67 deals with the qualification of the vice president. Like ഇതെല്ലാം കമ്പാരിസൺ ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പോ പഠിക്കുമ്പോഴും അങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്താണ് ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ഈ പോസ്റ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ക്വാളിഫിക്കേഷൻ, പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ, ഫങ്ഷൻസ്, പവേഴ്സ്, പിന്നെ ഒരു കൺക്ലൂഷൻ, അങ്ങനെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വൈസ് പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ക്വാളിഫിക്കേഷൻ? നമ്പർ 1 ഈസ് citizen of India. Second one is attained the age of 35, and third one is qualified to be elected as a member of the Council of State. Vice President കേസിൽ House of the People ആയിരുന്നു. That is a fundamental difference between the President കേസിൽ House of the People ആയിരുന്നു, Vice President കേസിൽ Council of State ആണ്. That is a fundamental difference. Qualified to be elected as a member of the House of the People ആണ് President, Council of the State ആണ് Vice President. And ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആവാൻ പാടില്ല. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ പോയിന്റ്സുകൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് വളരെ സിമ്പിൾ ആണ് ഇത് പഠിക്കാൻ. ഈ നമ്മൾ പോയിന്റ്സ് ഓർത്തിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മളൊരു ഇപ്പൊ നമ്മുടെ ഈ IASനൊക്കെ ഒരു രീതിയുണ്ട്. അതായത് ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, പിന്നെ ഹൈ ലെവലിലുള്ള മെറ്റീരിയൽ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആളിന് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40% സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പിന്നെ ഒരു 30% എബോ ആവറേജ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും.
നമ്മൾ പഠിക്കുമ്പോഴും എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫെമിലറൈസ് ചെയ്യണം. യു ഹാവ് ടു ഫെമിലറൈസ് വിത്ത് ഡിഫറെന്റ് പ്രൊവിഷൻസ്, അതൊക്കെ ഫെമിലറൈസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ജസ്റ്റ് എ നോട്ട്. ഈ പോയിന്റ്സ് വെച്ചിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദി വൈസ് പ്രസിഡന്റ് ഈസ് കൺസേൺ, ഈ ഇത്രയാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് മാത്രം, സിറ്റിസൺ ഓഫ് ഇന്ത്യ അറ്റ് ഏജ് ഓഫ് 35 qualified to be elected as a council of state. ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഓപ്ഷൻ വരുമ്പോൾ ചോദിക്കും ഹൗസ് ഓഫ് ദി പീപ്പിൾ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് ഈ അത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് നോട്ട് ഷാൽ ബി നോട്ട് ടു ലാസ്റ്റ് പോയിന്റ് ഈസ് the person shall not be eligible for election of vice president if he hold any office of profit. So you please note the point, office of profit. And next one, Bindu. Yes, the terms of office of vice president, 5 years ആണ്. പ്രസിഡന്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ, അതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കും. ആൻഡ് വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യാം ആൻഡ് ഓൾസോ റിമൂവ് ചെയ്യാം. അപ്പോൾ 3 രീതിയിലാണ് ടേംസ് ഓഫ് ഓഫീസ് വരുന്നത്. യു പ്ലീസ് നോട്ട് 5 years. അത് കഴിഞ്ഞാൽ റെസിഗ്നേഷൻ ആർക്കാ കൊടുക്കുന്നത് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസിഡന്റ് ആണ് കൊടുക്കുന്നത്. ആൻഡ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്നത് 2 ഹൗസും അറിയണം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ചെയ്യാം, എന്നിട്ട് ഇറ്റ് ഷുഡ് ബി എഗ്രീഡ് ബൈ ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ. നെക്സ്റ്റ്, ആൻഡ് ഓത്ത് ആൻഡ് അഫർമേഷൻ ബൈ ദ വൈസ് പ്രസിഡന്റ്. ഇതാരാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് വൈസ് പ്രസിഡന്റ് പ്രതിജ്ഞ എടുക്കുന്നത് ആരുടെ മുന്നിലാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസിഡന്റ് മുന്നിലാണ്. സം പേഴ്സൺ അപ്പോയിന്റഡ് ഇൻ ദാറ്റ് ബിഹാഫ്. ഈ അധികാരം, ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി സബ്ഡെലിഗേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ബിക്കോസ് സബ്ഡെലിഗേഷൻ ഇസ് പെർമിസിബിൾ അണ്ടർ ആർട്ടിക്കിൾ 69. ആർട്ടിക്കിൾ 69 അനുസരിച്ച് ഈ അധികാരം പ്രസിഡന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്നുള്ള അവകാശം വേണമെങ്കിൽ പ്രസിഡന്റിന് വേറൊരാളിന് സബ്ഡെലിഗേറ്റ് ചെയ്യാം. ഈ പ്രസിഡന്റിന്റെ ഫംഗ്ഷൻ സബ്ഡെലിഗേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? പ്രസിഡന്റിന്റെ ഫംഗ്ഷൻ സബ്ഡെലിഗേഷൻ നടത്താൻ പറ്റും എന്ന് നമ്മളൊരു ആർട്ടിക്കിൾ പഠിച്ചല്ലോ. ചാറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ ഈ സമയം എല്ലാവരും സംസാരിക്കണമെന്നില്ല, ബട്ട് ചാറ്റിൽ ജസ്റ്റ് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ഒന്ന് ഇട്ടാൽ മതി. നിങ്ങളിത് വായിക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ എന്ത് സുന്ദരം. ഞാൻ പഠിപ്പിക്കുന്ന പോട്ടെ, മറ്റു സാറുമാരൊക്കെ എത്ര മാത്രം സീരിയസോടുകൂടിയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ റൈറ്റ് ആൻസർ, വെരി ഗുഡ്. വെബ് അഡ്മിൻ ആണല്ലോ, മിക്കവാറും ശ്രീദത്തായിരിക്കും അല്ലേ ആൻസർ ചെയ്തേ. അപ്പോ ഞാൻ പറഞ്ഞു തന്ന കാര്യം, നിങ്ങൾ നമ്മൾ ഓരോ സാറുമാർ പഠിപ്പിക്കുന്ന ഏരിയ യു ഹാവ് ടു റീഡ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് പറയാൻ കാരണം, നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്. ഇത് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ, അത് നമ്മളുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ മെറ്റീരിയൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വായിക്കണം. പിന്നെ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, മറന്നുപോകാതെ ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ് ഡെലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രസിഡന്റിന് ഈ അധികാരം സബ് ഡെലിഗേറ്റ് ചെയ്യാം. വൈസ് പ്രസിഡന്റ് ആരുടെ മുന്നിലാ സത്യപ്രതിജ്ഞ എടുക്കുന്നത്? പ്രസിഡന്റ് ഓർ എനി അതർ പേഴ്സൺ ഓൺ ഹിസ് ബിഹാഫ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇനി നേരത്തെ പറഞ്ഞതുപോലെയാണ്, നേരത്തെ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞല്ലോ, പ്രസിഡന്റ് ചില സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് ചെയ്യുമെന്നുള്ള കാര്യം. യുനോ വിച്ച് ആർട്ടിക്കിൾ ആയിരുന്നു അത്? ചാറ്റിൽ ഇടാൻ പറ്റുമോ ഏത് ആർട്ടിക്കിൾ ആയിരുന്നു എന്ന്? നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യം. നിങ്ങളുടെ കയ്യില് ഇതുണ്ടാവുമല്ലോ, ഇവിടെ ബേറാക്റ്റൊക്കെ എടുത്തിട്ടിരിക്കണം, അപ്പോ പെട്ടെന്ന് പറയാൻ പറ്റും. ഏത് ആർട്ടിക്കിളായിരുന്നു? വൈസ് പ്രസിഡന്റ് ടു ആക്ട് ആസ് എ പ്രസിഡന്റ് ഡിസ്ചാർജ് ഹിസ് ഫങ്ഷൻസ് ഡ്യൂറിംഗ് കാഷ്വൽ വേക്കൻസീസ് ഇൻ ദ ഓഫീസ് ആൻഡ് ഡ്യൂറിംഗ് ദ ആബ്സെൻസ് ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 65. അതെ. അതുപോലെ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി. ഇവിടെ കണ്ടിജൻസി സമയത്താണ്.
ഇതിൽ ഈ ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്ന അല്ലാത്ത ഏതെങ്കിലും കണ്ടിജൻസി വരികയാണെങ്കിൽ the president, vice president shall act the role of the president. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ആക്ട് പറഞ്ഞേക്കുന്ന ഈ ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്ന സാഹചര്യം 65-ലാണ്. അപ്പൊ ഈ 65-ൽ പറഞ്ഞേക്കുന്ന സാഹചര്യം അല്ലാതെ വേറെ ഏതെങ്കിലും സാഹചര്യം കണ്ടിജൻസി വരികയാണെങ്കിൽ ഓൾസോ ദ വൈസ് പ്രസിഡന്റ് ക്യാൻ ആക്ട് ആസ് എ പ്രസിഡന്റ് അണ്ടർ ആർട്ടിക്കിൾ 70. സോ ദാറ്റ് ഈസ് ദ റിലവൻസി ഓഫ് ആർട്ടിക്കിൾ 70. സോ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാം. കഴിഞ്ഞു തോന്നുന്നു അല്ലേ? കുറച്ചും കൂടെ ഉണ്ട്, എടുക്കും. കഴിഞ്ഞോ ബിന്ദു? ഈ സ്ലൈഡില് ഇത്രേ ഉള്ളൂ സർ. അത്രേ ഉള്ളൂ. അപ്പൊ മറ്റേ സ്ലൈഡ് എടുത്തോളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവരോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യന് നിങ്ങൾ ചാറ്റിലാണ് ആൻസർ ചെയ്യേണ്ടത്. ആൻസർ മാത്രം ഇട്ടാൽ മതി. ഏത് ഓപ്ഷൻ ആണെന്ന് മാത്രം ഇട്ടാൽ മതി. ഞാൻ വായിക്കാം. അപ്പൊ ബിന്ദു അടുത്ത സ്ലൈഡിൽ എടുത്തോളൂ, അടുത്ത PPT എടുത്തോളൂ. അപ്പൊ ഞാൻ ഇതില് നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പറയാമോ നിങ്ങൾ പഠിക്കുന്ന രീതി ഒന്ന് പറയാമോ എങ്ങനെയാണെന്ന്? ഈ എക്സാമിനേഷന് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നതെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? ഒരു വലിയൊരു 10-12 ലോ കോളേജിൽ അധ്യാപകരും മറ്റുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു ചെറിയൊരു അവകാശം, വളരെ ചെറിയൊരു അവകാശം ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. ഈ സാർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വന്നതല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചാൽ പോരെന്നും ചോദിക്കരുത്. ഓരോ ആർട്ടിക്കിൾസും സെക്ഷൻസും ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി വെച്ച് അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ കുട്ടി പറഞ്ഞത്. ആദ്യം നമ്മളൊരു യു ഹാവ് ടു റൈറ്റ്. ഇതാണ്, നമ്മൾ വെറുതെ വായിച്ചാൽ മാത്രം പോരാ, നമ്മളായിട്ടുള്ള ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ യു ഹാവ് ടു യൂസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെറ്റീരിയൽസ്. ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കണം, ഓൺലൈനായിട്ട് ഉപയോഗിക്കണം. ഓഫ്ലൈനായിട്ട് മാത്രം ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നിങ്ങൾക്ക് നമുക്ക് ഈ എപ്പോഴും ഓൺലൈനായിട്ട് കയറി പഠിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ ബുക്ക് വേണം. അതുകൊണ്ട് യു ഹാവ് ടു എന്താ പറയാ, നിങ്ങളൊരു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ UGCയുടെ ഒരു ബുക്ക് മേടിക്കണം. അതിനെ ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ കാണണം. ഈ ഒരു ഇത് കോഴ്സ് പാസ്സാകുമ്പോൾ തന്നെ, ഇതിപ്പോ നമ്മൾ 3 കോഴ്സിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏത് പാസ്സായാലും, എല്ലാം പാസ്സായാലും, UGC നെറ്റ് പാസ്സായാലും, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം പാസ്സായാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുക. ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റിലേക്ക് പോകുന്നു. മറ്റേത് പോസ്റ്റ് ഗ്രാജുവേറ്റിൽ നിന്ന് UGC ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ആവുന്നു. മറ്റേത് പെർമനന്റ് ആയിട്ടൊരു ടീച്ചറിന്റെ ജോബിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ എന്താണ് പോയിന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജിയിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനും ഓൺലൈനും ഉപയോഗിക്കണം. ഓൺലൈനായിട്ട് മാത്രം ഇരിക്കാൻ പാടില്ല. യു ഹാവ് ടു യൂസ് ഓഫ്ലൈൻ ഓൾസോ. അപ്പോൾ നിങ്ങളൊരു ബുക്ക് മേടിച്ചിട്ട് ആ ബുക്കിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് എവറി ഡേ യു ഹാവ് ടു വർക്കൗട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാവരും 40 പേരെ ഇവിടെ ഉണ്ട്, 38-39 പേരുണ്ടാവും. അപ്പൊ ഇവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ബുക്ക് നിങ്ങൾ മേടിക്കണം. ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള നീതി സ്റ്റോറിലോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഓൺലൈനായിട്ട് വരച്ചാലും മതി. അത് വാങ്ങിയിട്ട് അത് വർക്കൗട്ട് ചെയ്യണം. എവറി ഡേ 25 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമുണ്ട്. അതിൽ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ മതി, അത് ശ്രീധത്തിന് അയച്ചു കൊടുക്കണം. ശ്രീധത്ത് ദീപ്തി ദിവ്യ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർക്ക് അയച്ചു കൊടുക്കണം. പുതിയ കോർഡിനേറ്റേഴ്സിനോ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെയുള്ള സീനിയർ കോർഡിനേറ്റേഴ്സിന് അയച്ചു കൊടുക്കണം. നമ്മൾ അതിനെ ലോ എക്സാംസിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോ ലോ എക്സാംസിൽ എക്സാം എടുക്കുന്ന സമയത്ത് ഒരു 20 ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാം ആണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കോർഡിനേറ്ററിനോട്, ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റണം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സജസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളും പഠിക്കും, നാട്ടുകാരും പഠിക്കും.
അപ്പോൾ ആ മെത്തേഡൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിന്ദു മാറ്റിക്കോ, നമുക്ക് സമയമില്ല. എനിക്ക് ഒരാഴ്ച കൊണ്ട് ഒരു ചെറിയ ചെവി വേദനയുണ്ട്. ഇന്നലേക്ക് ഞാൻ കോളേജിൽ പോയില്ല, റെസ്റ്റ് എടുത്ത്. ഡോക്ടർ പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ലീവായിരുന്നു. ഇന്നിപ്പോ ഞാൻ കരുതുന്നത് ചെവി വേദന കൂടുമ്പോൾ ക്ലാസ് നിർത്താന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയത്. അപ്പോ നമുക്ക് ഈ 1 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ ഞാൻ നേരത്തെ നിർത്തും, അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ പെയിൻ. അപ്പോ ഒരു പോയിന്റ് കൂടെ ഞാൻ ചോദിക്കാം, നിങ്ങൾ ചാറ്റിൽ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ഓർത്തിരിക്കുക, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ചെയർമാൻ ഓഫ് രാജ്യസഭ ഹാസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ചെയർമാൻ ഓഫ് രാജ്യസഭ ഹാസ് ഫസ്റ്റ് ഓപ്ഷൻ a vote in case of a tie, second option a vote like any other member of Rajya Sabha, third option C, no vote because he is ex officio chairman, and D, 2 votes. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ ചാറ്റിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻ മാത്രം ഇട്ടാൽ മതി. യെസ്, വെരി ഗുഡ് ആശിഷ്. റൈറ്റ് ആൻസർ ഈസ് സി. അപ്പൊ എനിക്കൊരു ആൻസർ പറയാമോ? ഇതിന്റെ പ്രൊവിഷൻ ഏതാന്ന് പറയാമോ? നോ വോട്ട്സ് അല്ല, റൈറ്റ് ആൻസർ സി ആണ്. സി ആണ് ആൻസർ. അതായത് നോ, അതെ, നോ വോട്ട്സ്, നോ വോട്ട് ബിക്കോസ് ഹീസ് എ എക്സ് ഒഫീഷ്യോ ആയതുകൊണ്ടാണ്. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഏതാന്ന് പറയാമോ? വരട്ടെ, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. 64 മാത്രമാണോ? 64 മാത്രമാണോ? 64 ഓക്കെ, റൈറ്റ് ആൻസർ. പക്ഷെ വേറൊരു ആർട്ടിക്കിളും കൂടെ ഞാൻ പറഞ്ഞില്ലേ? വെരി ഗുഡ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ്സ് ഓൾ ബട്ട് നോട്ട്, ഫസ്റ്റ് ഓപ്ഷൻ അറ്റോർണി ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അഡ്വക്കേറ്റ് ജനറൽ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. The President of India appoints all, but not. Yes, right answer is C. അതാണ്. ബാക്കി എല്ലാവരും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. ഈ പ്രസിഡന്റ് കുറെ ആൾക്കാർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ദി അറ്റോർണി ജനറൽ അണ്ടർ ആർട്ടിക്കിൾ 79, ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ ആർട്ടിക്കിൾ 324, and Chief Justice of India under Article 124, and Chief Election Commission under Article 324. ഇതിൽ അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ. പഠിപ്പിക്കുക അതിലേക്ക് വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഒരു LLB പഠിച്ചതനുസരിച്ചുള്ള ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. അഡ്വക്കേറ്റ് ജനറൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. വെരി ഗുഡ്, എന്തൊരു ഫാസ്റ്റ് ആണ്. ഏത് പ്രൊവിഷൻ ആണെന്ന് പറഞ്ഞേ? ഏത് പ്രൊവിഷൻ ആണെന്ന് പറഞ്ഞേ? പ്രവീണ, അതല്ല, അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. യെസ്, കറക്റ്റ് ആൻസർ ഈസ് 165 ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ആർട്ടിക്കിൾസും പ്രൊവിഷൻസും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ഈ പ്രൊവിഷൻസും ആർട്ടിക്കിൾസും നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ഈസ് ട്രൂ? President is not bound by the advice of the Council of Ministers. Which of the following is true? President is not bound by the advice of Council of Ministers. President is absolutely bound by the advice of Council of Ministers. President can send back an advice for reconsideration, but becomes bound after the same advice is retendered, and none of the above. Yes. Article. Provision. പഠിപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ്. യെസ്, വെരി ഗുഡ്, 74. അതാണ് പ്രൊവിഷൻ. ഇങ്ങനെ ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടണം.
നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ 40 പേരും 41 പേരും ഈ പ്രൊവിഷൻസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാം പാസ്സാവാം. UGC പാസ്സാവാം, LLM എൻട്രൻസും പാസ്സാവാം, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം പാസ്സാവാം. അടുത്ത മാസം 1 ലക്ഷം രൂപ സാലറിയും കിട്ടും. ആദ്യം കയറുമ്പോൾ അത്രയും കിട്ടൂല കേട്ടോ, എന്നാലും 70,000 രൂപ കിട്ടും. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകണോ, ടോപ്പിക്കിലേക്ക് പോട്ടെ? ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കണോ? ക്വസ്റ്റ്യൻ ശരി. Okay. In the absence of Chief Justice of India, who administers the oath of affirmation to the President of India? In the absence of Chief Justice of India, who administers the oath or affirmation to the President of India? Number 1, the Vice President. Okay, Senior Judge. Okay, but any option like ponilla. I know an answer പറഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സാം ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ പാസ്സാവും. സോ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. Before the expiry of tenure of 5 years, the President of India can address his resignation in writing to the Vice President of India, and he will communicate to Speaker of the Lok Sabha, Speaker of Lok Sabha, and he will communicate to the Vice President of India, Prime Minister of India, and he will communicate to the Vice President of India, Cabinet Secretary, and he will inform the Attorney General of India. Yes, so that is also a right answer. That is also right answer. So അപ്പോൾ നിങ്ങൾ എല്ലാവരും മിടുക്കരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ചെറിയ ഈ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ സബ്ജക്റ്റും റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അത് പാസ്സാവാൻ പറ്റും, എക്സാം പാസ്സാവാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദിസ് ഈസ് ആക്ച്വലി the Union Council of Ministers. Is it is Prime Minister and other ministers ആണ് Council of Ministers എന്ന് പറയുന്നത്. ചില പ്രൈം മിനിസ്റ്ററുടെ ഫോട്ടോയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ 2 articles are very very important as far as the Council of Ministers are concerned. Number 1 is the Article 74 and second one is Article 75. ഈ 2 article ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് as far as the Council of Ministers are concerned. You please note, മറക്കരുത് 74 and 75. 74 എടുക്കൂ. 74ൽ ഈ 74ൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, there shall be a Council of Ministers with the Prime Minister as its head. Number 1. Number 2, the Council of Ministers and the Prime Minister are aid and advise the President in exercise of his power. So the word is very very important, is aid and advice. എയ്ഡ് ആൻഡ് അഡ്വൈസ് ആണ് നമ്മൾ നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. എയ്ഡ് ആൻഡ് അഡ്വൈസ് റീകൺസിഡർ ചെയ്യണമെന്ന്, അപ്പോൾ ആദ്യം വേണമെങ്കിൽ റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കാം. ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ പാരഗ്രാഫ് 2. പാരഗ്രാഫ് 2 ഓഫ് ആർട്ടിക്കിൾ 74 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, the President may require the Council of Ministers to reconsider such advice either generally or otherwise, and the President shall act in accordance with the advice tendered after such reconsideration. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. റിയൽ എക്സിക്യൂട്ടീവ് പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. സോ ഈ പ്രസിഡന്റ് ഒരു ഇംഗ്ലണ്ടിലെ രാജാവിനെ പോലെയാണ്. റിയൽ എക്സിക്യൂട്ടീവ് പവർ വെസ്റ്റ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ, പ്രൈം മിനിസ്റ്റർ ഹെഡഡ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. മൂന്നാമത്തെ പോയിന്റ്, that is also very important. The President is bound by the advice of the Prime Minister and Council of Ministers. ഇനി കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 75. സോ യു പ്ലീസ് ടേക്ക് 75. ഇതിൽ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓരോ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. ഒന്ന്, ദ പ്രൈം മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. രണ്ടാമത്തെ പോയിന്റ്, the other ministers are appointed by the President with the advice of the Prime Minister. Third point is very important point. The ministers shall hold office during the pleasure of the President.
ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ആണ് ഇമ്പോർട്ടന്റ്. ഈ പ്ലഷർ ആരുടെയൊക്കെ പ്ലഷറിൽ വർക്ക് ചെയ്യുന്നു നിങ്ങളൊന്ന് എഴുതി വെക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലഷർ കൺസെപ്റ്റ് ഉണ്ട് ബേസിക്കലി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു ആംഗ്ലോ സാങ്ഷൻ ലീഗൽ സൊസൈറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റ് അനുസരിച്ച് ഈ പ്ലഷർ, അത് ഈ ഡ്യൂറിങ് ദ കിങ്ങിന്റെ പ്ലഷറിലാണ് വർക്ക് ചെയ്യുന്ന പോലെ ഗവൺമെന്റ് പ്ലഷറിലാണ് സർവന്റ് മറ്റു ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഹാസ് ഡയറക്ട്ലി മെൻഷൻ ഇൻ എ പർട്ടിക്കുലർ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. You know which article of Indian Constitution saying that all civil servants are working during the pressure of the central government and state government. The president of, yes, right answer is Saudi പറഞ്ഞതാണ്. It is article 310. യെസ്. അപ്പൊ പക്ഷെ ഇതുപോലെ കുറെ പ്ലഷർ വരുന്നുണ്ട്. അതായത് ഇപ്പോ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആക്ട് ചെയ്യുന്നത് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. ഈ പ്രസിഡന്റ് പ്ലഷറിൽ വർക്ക് ചെയ്യുന്ന വേറൊരാളിനെ പറയാമോ? Attorney General of India. Yes, right answer is Attorney General of India under Article 76 clause 2. Attorney General of India under Article 76 clause 2. Clause 2 അല്ല, clause 4. Okay. So ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലഷർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ദെൻ another important point is collective responsibility. The Council of Ministers are collectively responsible. The word you please note the point, collective responsibility of the House of the People. എവിടേക്കെന്ന് വെച്ചാൽ House of the People ആണ്. The House of the People is also very important, not the Council of State or any other institution. The Council of Ministers are collectively responsible to the House of the People. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ പറയുന്ന പാർലമെന്ററി ഫോം ഓഫ് ഡെമോക്രസി, വേർ ദ എക്സിക്യൂട്ടീവ് ഈസ് കമ്മിറ്റഡ് ടു ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ ലെജിസ്ലേച്ചർ ഈസ് കമ്മിറ്റഡ് ടു ദ പീപ്പിൾ ആൻഡ് an independent judiciary is a watchdog which is capable to scrutinize all the activities of executive and legislature by way of judicial review. So that is also very important thing. And ഒരു പ്രതിജ്ഞ എടുത്തിരിക്കണം. ഇവിടെ ഇത് കാണാൻ പറ്റുന്നില്ല, അത് ഈ സ്ലൈഡ് ചെറുതായതുകൊണ്ടാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പ്രസിഡന്റ് ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ എടുക്കുന്നത്? അല്ല, വൈസ് പ്രസിഡന്റ് മുന്നിലാണല്ലോ അല്ലെ? പ്രസിഡന്റ് മുന്നിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഇല്ലെങ്കിൽ വേറൊരാളുടെ മുന്നിൽ. അത് സബ് ഡെലിഗേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന്റെ മുന്നിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം. അധികാരം സബ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രസിഡന്റ് ഇല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് സത്യപ്രതിജ്ഞ ചെയ്യാനും പറ്റില്ല. ഇപ്പൊ ഉദാഹരണം, പ്രസിഡന്റ് അമേരിക്കയിൽ പോയപ്പോൾ ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സത്യപ്രതിജ്ഞ നിന്ന് കഴിഞ്ഞാൽ പ്രസിഡന്റ് വന്നാലേ പറ്റുള്ളൂ. പക്ഷെ അതിന് പകരം വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ പ്രസിഡന്റ് അമേരിക്കയിൽ പോയപ്പോഴാണ് വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ വേറൊരാളിന് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഈ ഡെലിഗേഷന്റെ ഒരു ഗുണം. അതുകൊണ്ട് ഈ ഡെലിഗേഷൻ പക്ഷേ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പറ്റില്ല. പ്രസിഡന്റ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ക്ലോസ് 4. ആൻഡ് ഒരു 6 കോൺസിക്യൂട്ടീവ് മന്തില് ഒരു മെമ്പർ അല്ലാത്ത ഒരാളിന് മിനിസ്റ്റർ ആയിരിക്കാൻ പറ്റില്ല. അപ്പൊ 6 മാസത്തിനുള്ളിൽ അയാള് ഏതെങ്കിലും ഒരു ഹൗസിലാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഹൗസ് ഓഫ് ദി പീപ്പിളിൽ നിന്നാവാം, കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ നിന്നാവാം, രണ്ടിടത്തുനിന്ന് സെലക്ട് ചെയ്യാം. പക്ഷെ ഇത് ഒരു നോൺ മെമ്പറിനാവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഹി ക്യാൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം 6 മാസത്തിനുള്ളിൽ അയാൾ എന്നാണ് മിനിസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ആ ഹൗസിലെ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. പിന്നെ ഇതിന്റെ അലവൻസ് ഒക്കെ തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ദ സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് തീരുമാനിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ പാർലമെന്റ് മേ ബൈ ലോ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പോയിന്റ് ഒക്കെയാണ്, അതായത് പാർലമെന്റ്, 6 കോൺസിക്യൂട്ടീവ് മന്ത്സ്, oath of affirmation president, collective responsibility, pleasure, aid and advice, ഈ പോയിന്റ്സ്, ഇങ്ങനെയുള്ള പോയിന്റ്സ്. ലാസ്റ്റ് യെസ്, ഇനി നമുക്ക് ഗവർണറിലേക്ക് പോവാം. ഈ ഗവർണറിലേക്ക് പോകുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇതിൽ ആ ഏരിയ കവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ആദ്യത്തെ ഏരിയ കവർ ചെയ്തു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കവർ ചെയ്തു. ഇത് നിങ്ങളിത് വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇതിപ്പോൾ 2 ക്ലാസ് തന്നെ ഇപ്പോൾ ഞാൻ പ്രസിഡന്റ് എടുത്തു. നമുക്ക് സമയക്കുറവ് കാരണമാണ് ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പോകുന്നത്. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ UGCയുടെ ഈ ക്ലാസ് ഇങ്ങനെ കുറെ അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പോകുന്നത്. അപ്പോ ഈ ഗവർണറിലേക്ക് വരുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഗവർണർ ഒരു ഇലക്ടഡ് പോസ്റ്റ് അല്ല, ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഇലക്ടഡ് ആയിട്ടുള്ള പോസ്റ്റ് അല്ല. പക്ഷെ നമ്മള് പ്രസിഡന്റ് ഒരു ഇലക്ടഡ് പോസ്റ്റ് ആണ്, വൈസ് പ്രസിഡന്റ് ഒരു ഇലക്ടഡ് പോസ്റ്റ് ആണ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും യഥാർത്ഥത്തിൽ ദേ ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പാർലമെന്റ്. പാർലമെന്റിലെ MP ആണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആവുന്നത്. പക്ഷേ ഒരു ഗവർണർ എന്ന് പറയുന്നത് ഹി ഈസ് നോട്ട് എൻ ഇലക്ടഡ് പേഴ്സൺ, but he is a nominee or an agent of the central government. That is the first point you have to take care of. Second point എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്താണ്? നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ ഓഫ് ദ ഗവൺമെന്റ് എന്താണ്? ഞാൻ നിങ്ങളെ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി ഗവൺമെന്റ്? അത് പാർലമെന്ററി, വെരി ഗുഡ് സോറി, പാർലമെന്ററി ഫോം ആണ് ദ നേച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസി ഫെഡറൽ ആണ്. അപ്പൊ ഈ കോസി ഫെഡറൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട് എങ്കിലും കോസി ഫെഡറൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോട്ട് ഫെഡറൽ, കംപ്ലീറ്റ്ലി നോട്ട് യൂണിറ്ററി. അതാണ് കോസി ഫെഡറൽ എന്ന് പറയുന്നത്. ആ ഒരു റിഫ്ലക്ഷൻ വരുന്ന ഒരു പ്രൊവിഷനും കൂടെയാണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ദ ഗവർണർ ഈസ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അത് ആർട്ടിക്കിൾ 154 നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അടുത്ത ആർട്ടിക്കിളാണ് പഠിക്കുന്നത്. എന്നാലും ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ആൻഡ് ദ ഗവർണർ ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. You know which article deals with the governor is also part of the state legislature? Chatil itta madi. Governor is part of the state legislature എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്നറിയാം? It is article എനിക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നാലും എന്റെ ഒരു ഓർമ്മ വെച്ച് പറയാം. 168 ആണ്. വെരി ഗുഡ്, അതാണ് 168. അതാണ് 168 ആണ് ജമോൾ, 168. Because the state legislature shall consist of governor, legislative assembly and legislative council. In some states are concerned, they have legislative council is there, but in other states are concerned, the state legislature means the governor and the legislative assembly, including the state of Kerala. അപ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരേ സമയം ഗവർണറിന് 2 റോളുണ്ട്. ഒന്ന്, ഹീസ് എ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. The executive power of the state shall be vested in the hands of the governor under Article 154, and he is also the part of the legislature under Article 168. ഈ 2 റോളുണ്ട്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒന്ന്, സെൻട്രലിന്റെ ഒരു പ്യൂർ ഏജന്റ് ആയിട്ട്, ഏജന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. എന്താണ് ആ ഏജന്റിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു സീ ദാറ്റ് ദി ഗവൺമെന്റ് of the state is working in accordance with this constitution. അത് നോക്കുക എന്നുള്ളതാണ്. That is the most important role, the constitutional role of the governor as a nominee of the central government. സെൻട്രൽ ഗവൺമെന്റ് നോമിനി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എന്തിനു എഴുതുന്നു കഴിഞ്ഞാൽ, ഇവിടെ നിന്നെല്ലാം നോക്കി കാണുക, എല്ലാം ഇവിടെ ലെജിസ്ലേച്ചറിന്റെ എക്സിക്യൂട്ടീവിന്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുക. അതേ സമയത്ത് എല്ലാം നോക്കുക ഇവര് ഫങ്ഷൻ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് എന്ന് തീരുമാനിക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെൻട്രലിനെ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ 356 യൂസ് ചെയ്യും. 356 യൂസ് ചെയ്യാനായിട്ടുള്ള വൺ ഓഫ് ദി റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് ദി ഗവർണർ. ഗവർണറുടെ റിപ്പോർട്ടോട് കൂടി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യാം. അല്ലാതെയും ചെയ്യാം, പക്ഷെ ഗവർണറുടെ റിപ്പോർട്ടോട് കൂടിയും ചെയ്യാം. അപ്പൊ ശരിക്കും ആ റോളുണ്ട്, 2 റോളുണ്ട്. നമുക്ക് അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഒറ്റ റോളല്ല ഗവർണറിന്. 2 റോളുണ്ട്. ഒന്നൊരു ഹീസ് എ വാച്ച് ഡോഗ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്,
and he is a nominee of the central government, and he is an agent of the central government. At the same time, he is a part of the state executive, and he is also part of the state legislature, and he is also the executive power of the state is vested in the hands of the governor. ഇതാണ് ബേസിക് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ആ പോയിന്റ്സിലേക്ക് ഞാൻ വരാം. ഇനി നമുക്ക് ആർട്ടിക്കിൾസ് ഒന്ന് ഓടിച്ചു നോക്കി പോവാം. ആർട്ടിക്കിൾ 53 എടുത്തേ. അതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. വൺ ഈസ് ഗവർണറിന് ഒരു സ്റ്റേറ്റിലെ ഗവർണർ ആവാം, ഒരേ ആളിന് തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലെ ഗവർണറും ആവാം. There shall be a governor for each state, and provided that nothing in this article shall prevent the appointment of a same person as the governor of two or more states. ഇതുപോലെ വരുന്ന ഒരു ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? അതിനെടുത്തോളൂ. ഇതുപോലെ വരുന്ന ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിന് ഒരാളുള്ളത്. Yes, the right answer is High Court, and then the Joint Public Service Commission ഉണ്ട്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് ഞാൻ പറഞ്ഞൊന്നുമില്ല, നിങ്ങൾ ഇന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെടുക്കൂ, നെക്സ്റ്റ് സ്ലൈഡ് ഒന്നെടുക്കൂ. That is section article 154. ഈ ആർട്ടിക്കിൾ 154 പറയുന്നത് എക്സിക്യൂട്ടീവ്, നിങ്ങൾ പ്രസിഡന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഗവർണറെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഒരു കമ്പാരിസൺ മാത്രമേ ആവശ്യമുള്ളൂ. ചില കാര്യങ്ങളിൽ മാത്രമേ ഗവർണറിന്റെ അധികാരത്തിൽ മാറ്റുള്ളൂ. അവിടെ ദ പ്രസിഡന്റ് ഈസ് ആൻ ഇലക്ടഡ് പേഴ്സൺ, ഇവിടെ ഗവർണർ ഈസ് എ നോമിനി ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. അതാണ് ഫണ്ടമെന്റൽ ഡിഫറൻസ്. ഈ രണ്ടാമത്തെ ഡിഫറൻസ്, പിന്നെ ഫംഗ്ഷൻസിലെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് പറയുന്നത്, ആർട്ടിക്കിളിലെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അവിടെയും പറഞ്ഞിട്ടുണ്ട് ദ പ്രസിഡന്റ് ഈസ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 53. ഇവിടെ ആർട്ടിക്കിൾ 154 എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ദ ഗവർണർ ഈസ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഗവർണർ. അത് എങ്ങനെ എക്സസൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഷാൽ എക്സസൈസ്ഡ് ബൈ ഹിം ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ ഓഫീസർ സബോർഡിനേറ്റ് ടു ഹിം in accordance with this constitution. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ലൈക്ക് the function of the president, the executive function of the governor is subject to subdelegation under which article 154. സോ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഗവർണറിന് ചെയ്യാം, അല്ലെങ്കിൽ ഗവർണർ ഓതറൈസ് ചെയ്യുന്ന ആളിന് ചെയ്യാം, ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ്സ്, ഇഫ് ദ സ്റ്റാറ്റ്യൂട്ട് പെർമിറ്റ്സ്. അതാണ് നെക്സ്റ്റ് വൺ. കുറച്ചും കൂടെ സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് സമയമില്ല. 155, governor shall the governor of the state shall be appointed by the president. So you please note the point, president. And 156, the term of office of the governor is and pleasure വരുന്ന വേറൊരാളാണ് കേട്ടോ. ഗവർണർ നേരത്തെ നമ്മൾ പറഞ്ഞ pleasure, holding the office during the pleasure of the president. That is 156 clause 1. And the second one is resignation കൊടുക്കാം, ഗവർണറിന് റിസൈൻ ചെയ്യാം, പ്രസിഡന്റാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്. And the duration of the governor is 5 years. 5 years. You please note these 3 points: pleasure, resignation, and 5 years. Next. പോയിന്റ്സ് മാത്രം. ഓക്കെ, ആർട്ടിക്കിൾ 158 157 പറഞ്ഞേക്കുന്നത് എലിജിബിലിറ്റി. നമ്പർ 1 സിറ്റിസൺ ഓഫ് ഇന്ത്യ, 35 years of age. 2 points. 2 points only. Then governor shall, other condition ആണ്, that other conditions are also very important. Governor shall not be a member of either house of the parliament or either house of the legislature of any state. And shall not hold any other office of profit. This point is all very important. Office of profit. Pinne rent free accommodation, other facilities are good. And this is determined by the parliament by law, which is very important. So you please note that point. Not the state legislature, it is by the parliament by law under article 158 clause 3. And
ഈ എമോൾമെന്റ്സ് ഒന്നും ഈ എമോൾമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, ഈ സെയിം പേഴ്സൺ ആണ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അലവൻസിന്റെ കാര്യം തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആൻഡ് ഇത് കുറയാനും പാടില്ല. എമോൾമെന്റ്സും അലവൻസും ഗവർണറുടെ ഷാൽ നോട്ട് ബി ഡിമിനിഷ്ഡ് ഡ്യൂറിംഗ് ഹിസ് ടേം. അപ്പൊ ഈ ഇത്രയും പോയിന്റ്, 4 പോയിന്റ്, 5 പോയിന്റ്, ഈ 5 പോയിന്റ് ഓർത്തിരിക്കുക. 158. നെക്സ്റ്റ് അതെ, ഓത്ത് ഓഫ് അഫർമേഷൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ or the senior most judge ആണ്. So the 2 points are very important. One is the Chief Justice of India and the senior most judge. You please note the article also, article 156. ഇവിടെ നോക്കിയ ഈ ചീഫ് ജസ്റ്റിസിന്റെ അധികാരം ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു അധികാരമാണ്. അതുകൊണ്ട് അത് സബ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ചീഫ് ജസ്റ്റിസിന്റെ ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് ജുഡീഷ്യറിയുടെ ഉള്ള ഓഫീസിന്റെ, അതായത് ജഡ്ജിന്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അധികാരം, അത് ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരമല്ല. അപ്പോൾ അതും ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ജുഡീഷ്യറിയുടെ കാര്യം മാത്രമല്ല ചെയ്യുന്നത്, ചില എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ചെയ്യാറുണ്ട്. പിന്നെ ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ചെയ്യാറുണ്ട്, അതായത് ഓർഡേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന, ഓർഡേഴ്സ്, റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അതിനൊരു ഉദാഹരണം സുപ്രീം കോടതിയുടെ ആ ഒരു ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ഉദാഹരണം പറയാൻ പറ്റുന്ന ആർട്ടിക്കിൾ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? സുപ്രീം കോടതി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനിലേക്ക് പോകുന്നത്, നിയമം ഉണ്ടാക്കുന്ന ഫംഗ്ഷനിലേക്ക് പോകുന്നത്, സുപ്രീം കോടതി റൂൾസ് കൊണ്ടുവരും. അത് സുപ്രീം കോടതിയുടെ നിയമം ഉണ്ടാക്കുന്ന അധികാരമാണ്. അതൊരു ജുഡീഷ്യൽ ഫംഗ്ഷൻ അല്ല. ഇറ്റ് ഈസ് എ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. അറിയില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 145. ആർട്ടിക്കിൾ 145, റൂൾ മേക്കിംഗ് പവർ ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതുപോലെ ഹൈക്കോടതിക്കുണ്ട്, ബേസ്ഡ് ഓൺ ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ലോസ് ആൻഡ് ഐ തിങ്ക് ഈ അഡ്വക്കേറ്റ്സ് ആക്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി വരുന്ന ഒരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 156, 159 ആണല്ലേ, നമ്മൾ നോക്കിയത് ഒന്നുകൂടെ ഒന്ന് എടുത്തത്. ആർട്ടിക്കിൾ 159 158 നമ്മൾ പറഞ്ഞു, 159 പറഞ്ഞു. ഓക്കെ. ആൻഡ് 160 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എപ്പോഴാണ് ഈ പ്രസിഡന്റ് ഗവർണറുടെ ഫംഗ്ഷൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് അണ്ടർ ആർട്ടിക്കിൾ 160. The president may make such provision as he thinks fit for the discharge of the function of the governor of the state in any contingencies. So you please note that point. Any contingencies not provided for this chapter. ഈ ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും സാഹചര്യം അല്ലാതെ ഒരു കണ്ടിജൻസി വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് ആക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഈ പ്രൊവിഷൻ ഉപയോഗിച്ച്, ആർട്ടിക്കിൾ 160 ഉപയോഗിച്ച് ആക്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ്, കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ ഗവർണറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ആർട്ടിക്കിൾസ് ആണ്. യു പ്ലീസ് നോട്ട് ദാറ്റ് പെർട്ടിക്കുലർ ആർട്ടിക്കിൾസ്. അതില് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഈ 2 പ്രൊവിഷൻ ആണ്. വൺ ഈസ് ആർട്ടിക്കിൾ 161, ദാറ്റ് ഈസ് ദി പാർഡനിങ് പവർ ഓഫ് ദി ഗവർണർ. ഗവർണറിന് പാർഡൻ കൊടുക്കാൻ പറ്റും. അത് സിമിലർ പവർ ഈസ് ഓൾസോ ദെയർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി പ്രസിഡന്റ്. അത് പക്ഷേ സുപ്രീം കോടതി ഡിസൈഡ് ചെയ്തതിനു ശേഷം ആണ് ഇത് പോകുന്നത്. ഇവിടെ ഹൈക്കോടതി ഡിസൈഡ് ചെയ്തതിനു ശേഷം ഈ പവർ ഉപയോഗിക്കാനായിട്ട് പറ്റും, വേണം, ഈ ആളിന് പോകാം. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് പവേഴ്സ് ആണ്. ഗവർണറിനും പ്രസിഡന്റിനും കൊടുത്തേക്കുന്ന ആസ് എ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 161. Another important power is the ordinance making power of the governor under article 213. ഇതുപോലെ ഒരു പവർ പ്രസിഡന്റിനുണ്ട്. യു നോ വിച്ച് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ദ പ്രസിഡന്റ് ക്യാൻ എക്സസൈസ് ദി ഓർഡിനൻസ് മേക്കിംഗ് പവർ? ജസ്റ്റ് ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങളൊന്ന് ഓർപ്പിച്ചെന്ന്. പ്രൊവിഷൻ അറിയില്ലേ? പ്രൊവിഷൻ ചാറ്റ് ചെയ്താൽ മതി. 123. Yes, right answer is 123. Yes. അതെ. ഇനി നമ്മൾ ഒരു നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പ്രസിഡന്റിനെ നമ്മൾ അവിടെ ലിമിറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. പ്രസിഡന്റ് എല്ലാ മേഖലയിലേക്കും പോകും. അപ്പോയിന്റ്മെന്റ് വരുമ്പോൾ
പല മേഖലയിലേക്കും എമർജൻസി വരുമ്പോൾ പോകുന്നു, പ്രിവിലേജസ് വരുമ്പോൾ പോകുന്നു. അതുപോലെ നമുക്ക് ഗവർണറിനെ നമുക്ക് അവിടെ ലിമിറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഈ ഗവർണർ വരുന്ന മറ്റു ചില ആർട്ടിക്കിൾസ് ഐ വിൽ മെൻഷൻ. യു പ്ലീസ് നോട്ട് ദാറ്റ് വാട്ട് ആർ ദാറ്റ് ആർട്ടിക്കിൾസ്. അതിൽ ഒന്ന് വിച്ച് ഈസ് ആർട്ടിക്കിൾ 233. ഈ 233 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ 233 എന്ന് വെച്ചാൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ്. ഈ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജിൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസ്ട്രിക്ട് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗവർണറിന് റോൾ ഉണ്ട്. ദാറ്റ് ഈസ് in the appointment of a person to be the post of the posting and promotion of district judges in any state, it shall be made by the governor of the state in consultation with the High Court. So 2 points are very, very important. ഈ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാല് the governor അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് അനുസരിച്ചല്ല ചെയ്യുന്നത്, the advice of the High Court. അപ്പോ ഈ ഗവർണർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് അനുസരിച്ചല്ല. അണ്ടർ ആർട്ടിക്കിൾ 163 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് സ്വീകരിക്കണം. പക്ഷേ ഡിസ്ക്രിഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഗവർണറിന് ഡിസ്ക്രിഷൻ ഉപയോഗിക്കാം. അതാണ് ഗവർണറും പ്രസിഡന്റും തമ്മിലുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസ്. അതായത് ഇവിടെ അഡ്വൈസ് കൊടുക്കുമ്പോൾ അതിൽ ഡിസ്ക്രിഷൻ ഉപയോഗിക്കേണ്ട കാര്യമാണെങ്കിൽ ആ ഡിസ്ക്രിഷൻ ഉപയോഗിക്കാനായിട്ടുള്ള അധികാരം ഗവർണറിന് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മസ്റ്റ് ആയിട്ടും അവിടെ അഡ്വൈസ് സ്വീകരിച്ചേ പറ്റുള്ളൂ. റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ട് റീകൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബൗണ്ട് ബൈ ദ പ്രസിഡന്റ്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഗവർണറിനുണ്ട്. ആ ഡിസ്ക്രിഷൻ എക്സസൈസ് ചെയ്യേണ്ട സമയത്താണെങ്കിൽ ആ ഡിസ്ക്രിഷൻ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള അധികാരം ഗവർണറിനുണ്ട്. ആ ഡിസ്ക്രിഷൻ കനോട്ട് ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ബിഫോർ ദ കോർട്ട് ഓൾസോ അണ്ടർ ആർട്ടിക്കിൾ 163. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത് കോടതി ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല ഈ ഡിസ്ക്രിഷൻ ഉപയോഗിച്ചില്ലയോ. ഇറ്റ് കനോട്ട് ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ബിഫോർ ദ കോർട്ട് ഓൾസോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ വേറൊരു സാഹചര്യമാണ്. ഗവർണർ എപ്പോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് സ്വീകരിക്കാതെ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടോ? യെസ്, ഇറ്റ് ഈസ് അണ്ടർ ആർട്ടിക്കിൾ 233 അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് it is appointed by the governor, and before the appointment he must consult the matter with the High Court of the concerned state. In next one എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it is article 217. ഈ 217 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ അപ്പോയിന്റ്മെന്റ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ആണ്. ഈ അപ്പോയിന്റ്മെന്റ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് വരെ പറയുമ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് what is actually the title of article 270, appointment and condition of the office of the judges of the High Court. അപ്പോൾ every judge of the High Court shall be appointed by the president by warrant under his handwriting hand and seal after consultation with the Chief Justice of India and the governor of the state. So you please note that point, governor of the state. അവിടെയാണ് വരുന്ന ഒരു സാഹചര്യം. ആൻഡ് ദ തേർഡ് സർക്കംസ്റ്റൻസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 165, യു ഓൾറെഡി മെൻഷൻ ദി അപ്പോയിന്റ്മെന്റ് ഓഫ്, നമ്മൾ നേരത്തെ തന്നെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, ദാറ്റ് ഈസ് ദി അപ്പോയിന്റ്മെന്റ് ഓഫ് അഡ്വക്കേറ്റ് ജനറൽ അണ്ടർ ആർട്ടിക്കിൾ 165. ആൻഡ് ഓൾസോ ഈ 157 അനുസരിച്ച് 157 അനുസരിച്ച് 168 അനുസരിച്ച് നമ്മൾ നേരത്തെ ഓക്കെ ഈ 168 അനുസരിച്ച് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഷാൽ കൺസിസ്റ്റ് ഓഫ് ദി ഗവർണർ, ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. In some states are concerned, അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് കാര്യങ്ങളും ഉണ്ട്. ബട്ട് വാട്ട് ഈസ് ആക്ച്വലി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മീൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഷാൽ കൺസിസ്റ്റ് ഓഫ് ദ ഗവർണർ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. പിന്നെ ഗവർണറുടെ റോൾ വരുന്നത് there are so many articles. Articles are also very relevant, which is article 174. Sections of the state legislature, prorogation and dissolution. The governor may from time to time prorogue the house of either or dissolve the house, the legislative assembly. നിങ്ങൾ ഈ ആർട്ടിക്കിൾസ് ഒക്കെ നോട്ട് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്തിട്ട് ആർട്ടിക്കിൾ പഠിക്കണം, കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ് ആൻഡ് ഇതെല്ലാം ചോദിക്കുകയും ചെയ്യും. ആൻഡ് റൈറ്റ് ഓഫ് ഗവർണർ ടു അഡ്രസ് ആൻഡ് സെൻഡ് മെസ്സേജസ് ഓഫ് ടു ദ ഹൗസ് and houses is laid down in article 175 also.
And also Article 176 deals with governor's constitutional power to special addresses in the legislative assembly, which is laid down in Article 176. ഇത് കൂടാതെ തന്നെ there are some other articles also, that is you please note Article 243K. 243K എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാല് 243K എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെ ഇലക്ഷൻ ആണ്. ഈ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെ ഇലക്ഷനിലെ 243 ക്യാപിറ്റൽ K പറയുന്നത് the superintendent direction and control of and preparation of electoral roll and for the conduct and all elections to the panchayat shall be vested in the hands of a state election commission. So you please note the very important point is the state election commission. എന്നിട്ട് consisting of a state election commissioner to be appointed by the governor. ഇതേ സെയിം പ്രൊവിഷൻ ഉപയോഗിച്ച് അപ്പോയിന്റ് ചെയ്ത 243K അനുസരിച്ച് അപ്പോയിന്റ് ചെയ്ത സെയിം ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് 243 അനുസരിച്ച് മുനിസിപ്പാലിറ്റിയുടെയും ഇലക്ഷൻ നടത്തുന്നത് 243 And another important provision where the governor is playing a central role is Article 3, which is relevant, is Article 356. ഈ 356 എന്താ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാല് Article 356 is the state emergency. Article 356 പറഞ്ഞിട്ടുണ്ട്. What is the title of Article 356 is the provision in case of failure of constitutional machinery in state. Provision in case of failure of constitutional machinery in state. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the explanation laid on in para 1 of 356 clause 1 is the president, if the president on receipt of a report from the governor, that is also a very important thing, you please note. Article 356 അനുസരിച്ച് ഗവർണറുടെ റിപ്പോർട്ടോട് കൂടിയോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗവർണർ ഈസ് എ വാച്ച് ഡോഗ്, ഗവർണർ ഈസ് ആൻ ഏജന്റ് ബിക്കോസ് ഓഫ് ദിസ് പ്രൊവിഷൻ. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ഫെയിൽ ആയോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. സോ ഗവർണറുടെ റിപ്പോർട്ട് ചോദിക്കാം. അപ്പൊ എപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ചില സ്റ്റേറ്റിൽ നിന്നൊക്കെ ഗവർണറുടെ റിപ്പോർട്ട് ചോദിച്ചു, അവിടെ വയലൻസ് ഉണ്ടായി, അവിടെ സോഷ്യലിസം പോയി, അവിടെ സെക്യുലറിസം പോയി എന്നൊക്കെ പറയുമ്പോൾ ഗവർണറുടെ റിപ്പോർട്ട് ചോദിക്കും. ഈ റിപ്പോർട്ട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടിയിട്ട് നോക്കുക whether the states are functioning in accordance with the constitution or not, which is very very important thing. അങ്ങനെ ഫങ്ഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യാം അണ്ടർ ആർട്ടിക്കിൾ 356. If there is any failure on the part of the state to perform in accordance with the provisions of the constitution, that is also a very important thing. And the last important provision which is directly related to the governor, it is not only a provision which is exclusively related to the governor, but also it is a provision which is related to a president of India also, and that provision is Article 361. 361 of Indian Constitution deals with the protection of president and the governors, അതായത് privileges ആണ്, because they are not answerable before the court, criminal, civil, not to be a witness. ഇങ്ങനെ പറഞ്ഞേക്കുന്ന കുറച്ചൊരു 4-5 പോയിന്റ്സ് ഉണ്ട്. അറസ്റ്റ് ചെയ്യാൻ പാടില്ല. This is laid on in Article 361 that privileges are not only available to the President of India, but it is available to the governor of the concerned state. So I think കൃത്യം 6 മണിയായി, നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പക്ഷേ ഈ എക്സിക്യൂട്ടീവിന്റെ, അതായത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കൂടെ ഒരു 5 മിനിറ്റ് പറയാനേ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെജിസ്ലേച്ചറിലേക്ക് പോകാം. താങ്ക് യു വെരി മച്ച്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
ദയവ് ചെയ്ത് നിങ്ങൾ നോക്കണേ ഈ പ്രൊവിഷൻസ്, ഞാൻ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം. റെഫർ ഓൾ ദീസ് പ്രൊവിഷൻസ്. ഇതിങ്ങനെ സിമ്പിൾ ആണ് ഇതൊക്കെ പഠിക്കാൻ. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി, ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്താൽ മതി ഒരു ദിവസം, ഒരു 1 hour ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതി. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ മതി. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു ഈ നമ്മളൊരു ടീച്ചേഴ്സ് ബാങ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ ഈ നോട്ടുകൾ ഗുണം ചെയ്യും. ഇപ്പൊ ഉള്ള പ്രിപ്പറേഷൻ നന്നായിട്ട് ഗുണം ചെയ്യും. യു പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രൊവിഷൻ ഒന്ന് എല്ലാവരും നോക്കണേ. ജസ്റ്റ് ആ പ്രൊവിഷൻസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഈ പ്രൊവിഷന്റെ റിലവൻസ് എന്താണ് എന്ന് അടുത്ത ക്ലാസ്സിന് മുമ്പേ വായിച്ച് നിങ്ങൾ എക്സാംസ് ഒന്ന് എടുക്കണം. ലോ എക്സാംസിൽ നിന്ന് എടുക്കണം. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ബുക്ക് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ബുക്ക് മേടിക്കണം. അത് UGCയുടെ ബുക്ക് കിട്ടിയില്ലെങ്കിൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന്റെ ആയാലും മതി. എന്നിട്ട് നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സാർ. ഓ, ഹലോ ശ്രീദത്തെ. ഹലോ സാർ. കേൾക്കാം ശ്രീദത്ത്. ഓക്കെ ശ്രീദത്ത്, താങ്ക് യു വെരി മച്ച്. ഹലോ, കേൾക്കാം ശ്രീദത്തെ, കേൾക്കാം. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശരി.